ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ലാലി. നമുക്ക് എന്തൊരു പുതിയ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പോൾ നമ്മളെ ഒരാൾ മെറി ക്രിസ്മസ് വിഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്പാനിഷിൽ ഫെലീസ് നവിദാദ് എന്നാണ് നമ്മൾ മെറി ക്രിസ്മസ് എന്ന് സ്പാനിഷ് പറയുന്നത്. അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത്? ഗ്രാസിയാസ് ഇഗ്വാൽമെൻതെ, താങ്ക് യു, സെയിം ടു യു. അല്ലെങ്കിൽ ഗ്രാസിയാസ് ഫെലീസ് നവിദാദ്, താങ്ക് യു, മെറി ക്രിസ്മസ്. അല്ലെങ്കിൽ ഗ്രാസിയാസ് കെ തെങ്കാസ് ഉന ഫെലീസ് നവിദാദ്, താങ്ക് യു, ഹാവ് എ മെറി ക്രിസ്മസ്. പഠിച്ചോ? 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഗ്രാസിയാസ്, ഇഗ്വാൽമെൻതെ, താങ്ക് യു, സെയിം ടു യു. നമ്മൾ സെയിം ടു യു എന്ന് പറഞ്ഞ ഒറ്റ വാക്യം പറഞ്ഞാൽ ഇഗ്വാൽമെൻതെ. ഗ്രാസിയാസ്, താങ്ക് യു, ഇഗ്വാൽമെൻതെ. ഇനി നമുക്ക് പറയാം ഗ്രാസിയാസ് ഫെലീസ് നവിദാദ്, താങ്ക് യു, മെറി ക്രിസ്മസ്. അങ്ങനെ നമുക്ക് റിപ്ലൈ കൊടുക്കാം. അല്ലെങ്കിൽ കെ തെങ്കാസ് ഊന ഫെലീസ് നവിദാദ്. എന്ന് പറയുന്നത് ഊന ഫെലീസ് നവിദാദ്, അതായത് ഹാവ് എ ഹാപ്പി അല്ലെ ഹാവ് എ മെറി ക്രിസ്മസ്. ഗ്രാസിയാസ് നിങ്ങൾക്കറിയാലോ, താങ്ക് യു. ഗ്രാസിയാസ് എന്ന് പറഞ്ഞാൽ താങ്ക് യു. കെ തെങ്കാസ് ഉന ഫെലീസ് നവിദാദ്. ഇച്ചിരി ലോങ്ങാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയണമെങ്കിൽ ഗ്രാസിയാസ് ഇഗ്വാൽമെൻതെ. അതിപ്പോൾ ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും അങ്ങനെ ഒരു വിഷ്, ഇപ്പോൾ മദേഴ്സ് ഡേ ആണെങ്കിലും ഫാദേഴ്സ് ഡേ ആണെങ്കിലും എന്തായാലും ഒരു വിഷ് നമ്മൾക്ക് തരുമ്പോൾ നമ്മളതിന് തിരിച്ചു കൊടുക്കാൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഒറ്റ വേർഡിൽ പറയുവാണെങ്കിൽ ഗ്രാസിയാസ് ഇഗ്വാൽമെൻതെ. അപ്പോൾ പഠിച്ചല്ലോ, സിമ്പിൾ. അപ്പോൾ ആരെങ്കിലും ഫെലീസ് നവിദാദ് എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്? ഗ്രാസിയാസ് ഇഗ്വാൽമെൻതെ. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ, ടേക്ക് കെയർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും.